മാത്യു കുഴൽനാടന്റെ ആരോപണങ്ങളെല്ലാം തന്നെ UDFന് തിരിച്ചടിയായിരിക്കുകയാണെന്ന വിമർശനമാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ ഉയർന്നു കേൾക്കുന്നത്. മാത്രമല്ല, കുഴൽനാടൻ നടത്തുന്ന നീക്കങ്ങളെല്ലാം, പ്രത്യേകിച്ച് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ അത് മറ്റ് പാർട്ടി അംഗങ്ങളോട് ആലോചിക്കാതെ ഉള്ളതാണെന്നും പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം നേതാക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട്. പാർട്ടി അംഗങ്ങളുമായി കൂടിയാലോചിക്കാതെ അല്ലെങ്കിൽ പാർട്ടിയുമായി കൂടിയാലോചിക്കാതെ നിയമസഭയ്ക്കകത്തും പുറത്തും മുഖ്യമന്ത്രി പിണറായി വിജയനെയും മകളെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതെല്ലാം തന്നെ പാർട്ടിയുമായി ആലോചിക്കാതെ ആയിരുന്നു എന്ന വിമർശനം ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തെറ്റാണ് എന്ന തരത്തിൽ ഒരു പ്രസ്താവനയാണ് മാത്യു കുഴൽനാടൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ ഒരു പ്രസ്താവനയിലൂടെ VD സതീശനെയും K സുധാകരനെയും വെട്ടിലാക്കിയിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുന്ന രീതിയെ പ്രതിപക്ഷ നേതാവ് VD സതീശനും അതുപോലെ K സുധാകരനും പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നതാണ്. എന്തായാലും ഇപ്പോൾ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കുമെതിരായ ഹർജി തള്ളിയതിൽ പ്രതികരണവുമായി MLA മാത്യു കുഴൽനാടൻ വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. കോടതി വിധി നിരാശാജനകമാണെന്നും താൻ നടത്തിയ പോരാട്ടത്തിലുണ്ടായ തിരിച്ചടിയാണെന്നും വാർത്താ സമ്മേളനത്തിൽ മാത്യു കുഴൽനാടൻ തന്നെ തുറന്ന് സമ്മതിക്കുകയാണ്. അപ്രതീക്ഷിതമായ വിധിയാണ് ഉണ്ടായത്. കോടതിയോട് ബഹുമാനമേ ഉള്ളൂ. വിനയപൂർവ്വം കോടതിയുടെ കണ്ടെത്തലുകളോട് വിയോജിക്കുന്നു. താൻ സമർപ്പിച്ചത് വ്യാജരേഖകൾ ആണെങ്കിൽ തനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാവുന്നതേയുള്ളൂ. താൻ സമർപ്പിച്ച രേഖകൾ കോടതിക്ക് വിളിച്ചു വരുത്താവുന്നതേയുള്ളൂ. പിണറായി വിജയന്റെ കുടുംബത്തോട് തനിക്കൊരു വ്യക്തിവിരോധവുമില്ല. ആ നിലയിലല്ല താൻ കേസ് കൊടുത്തതെന്നും മാത്യു കുഴൽനാടൻ വ്യക്തമാക്കി. ഇല്ല, ഞാൻ കേസ് കൊടുക്കുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവിനോട് അനുമതി ചോദിക്കുകയും അദ്ദേഹത്തിന്റെ അനുമതി വാങ്ങിയതിനു ശേഷമാണ് ഞാൻ KPC പ്രസിഡന്റിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും അനുമതി വാങ്ങിയതിനു ശേഷമാണ് കേസ് ഫയൽ ചെയ്തത്. അല്ല, എനിക്ക് തോന്നുന്നു പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും. അദ്ദേഹത്തിന്റെ അനുമതിയോടുകൂടിയാണ് ഞാൻ രണ്ടാം വട്ടം നിയമസഭയിൽ ഇത് ഉന്നയിച്ചതും അദ്ദേഹം തന്നെയാണ് എനിക്ക് അനുമതി തന്നത്. ഇത് നിയമസഭയിൽ ഫ്ലോറിൽ എഴുതി കൊടുത്ത് ഉന്നയിക്കാനും കോടതിയിൽ പോകാനും അദ്ദേഹത്തിന്റെ അനുമതി ഉണ്ടായി. എന്താണെങ്കിലും ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ കേസ് കൊടുത്തത് എനിക്ക് പിണറായി വിജയന്റെ കുടുംബത്തോട് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം ഉണ്ടായിട്ടോ അവരെ ടാർണിഷ് ചെയ്ത് അവരെ ഇത് ചെയ്യണമെന്നോ ഓർത്തിട്ടല്ല. ഞാൻ ഈ കേസിനിറങ്ങിയത്, ഈ പോരാട്ടത്തിനിറങ്ങിയത് ഈ പൊതുസമൂഹത്തിന് വേണ്ടിയിട്ടാണ്. നോ ഡൗട്ട് എനിക്ക് പണത്തിനോ പ്രശസ്തിക്കോ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയതല്ല ഒരു കോസ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇന്നത്തെ ദിവസമുള്ള അനുഭവം വെച്ചിട്ട് പറയുന്ന ഒരു കാര്യം, എന്നോട് ഇതിനു മുമ്പും വളരെ ദുഷ്ടം അല്ലെങ്കിൽ വളരെ പരിണിതപ്രജ്ഞരായ നേതാക്കന്മാർ എന്നോട് സൂചിപ്പിച്ചിരുന്നു. എത്രയോ സത്യമാണ് ഞാൻ ഭരിക്കുക. അഴിമതിക്കാരനല്ലാതിരിക്കുക എന്നത് എളുപ്പമാണ്. യു ക്യാൻ ബി എ ഫെയർ പേഴ്സൺ, യു ക്യാൻ ബി എ ജെന്റിൽ പേഴ്സൺ. ഒരു നോൺ കറപ്റ്റായ അഴിമതിക്കാരനല്ലാത്ത ഒരു പൊതുപ്രവർത്തകനോ ഒരു ജനപ്രതിയോ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. പക്ഷെ അഴിമതിക്കെതിരെ ഫൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി വെരി ഹാർഡ് ടാസ്ക്, ഹെർക്കൂലിയൻ ടാസ്ക് ആണ്. യു വിൽ ഫേസ് സെവറൽ ഇംപിഡിമെന്റ്സ്. അതാണ് ഇപ്പൊ നമ്മുടെ അനുഭവത്തിൽ വരുന്നത്. ഞാൻ ഇന്നലത്തെ ദിവസം ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദ ഹോൾ ഡേ. ഇന്നലത്തെ ദിവസം ഞാൻ പ്രതികരിക്കുന്നില്ല എന്ന് നിങ്ങളോട് പറഞ്ഞതിന്റെ കാരണം അതാണ്. ഇന്നലത്തെ ദിവസം എന്റെ ഒരു ക്രൂസിഫിക്കേഷനാണ് യഥാർത്ഥം നടന്നത്. ഇന്നലെ എല്ലാവരും പറയാം, കാരണം ഞാനത് കേൾക്കാനും ബാധ്യസ്ഥനാണ്. കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരു നീതിന്യായ കോടതിയുടെ മുമ്പിൽ പരിശോധിച്ചപ്പോൾ അതിന് വേണ്ടത്ര തെളിവുകളില്ല എന്നൊരു കോടതി പറയുമ്പോൾ ഡെഫിനറ്റ്ലി എനിക്കെതിരായി പറയാവുന്നതെല്ലാം പറയട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ അതേസമയം തന്നെ മുൻപ് പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതാവ് VD സതീശനെയും KPCC പ്രസിഡന്റ് K സുധാകരനെയും വെട്ടിലാക്കുന്ന ഒരു പ്രസ്താവന കൂടി അദ്ദേഹം നടത്തുകയുണ്ടായി. രണ്ടാം തവണയും നിയമസഭയിൽ മാസപ്പടി വിവാദം അവതരിപ്പിച്ചത് അത് പ്രതിപക്ഷ നേതാവിന്റെ അനുമതിയോടുകൂടി ആണെന്നായിരുന്നു മാത്യു കുഴൽനാടൻ മറുപടി നൽകിയത്. ഈ മറുപടി എന്തായാലും UDFനുള്ളിൽ അതൃപ്തി സൃഷ്ടിച്ചിരിക്കുകയാണ്.